നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്ത്യ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഈ പിഷാടകരുണ്ട്. അല്ലെങ്കിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നമ്മളോട് സഹായം ചോദിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ധർമ്മം എടുക്കുന്നവർ, നമ്മളുടെ അതായത് വീട് വീടാന്തരം കടന്നു വന്നിട്ട് ധർമ്മം ചോദിക്കുന്നവർ. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം കാനഡയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിലും അങ്ങനെയുള്ള ഭിക്ഷാടകർ അല്ലെങ്കിൽ ധർമ്മം ചോദിക്കുന്നവർ, സഹായം ചോദിച്ച് സ്ട്രീറ്റിലൊക്കെ കാണപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശോക്തിയോടു കൂടിയാണ് ഞാൻ അങ്ങനെയുള്ള ആളുകളെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള പാശ്ചാത്യ നാടുകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഇവിടെയും ഇങ്ങനെയുള്ള ധർമ്മം എടുക്കുന്ന ആൾക്കാർ, ധർമ്മക്കാരുണ്ടോ, അല്ലെങ്കിൽ ഭിക്ഷ എടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം ഇതൊരു പ്രോസ്പെറസ് കൺട്രിയാണ്. ഇവിടെ ഗവൺമെന്റ് എല്ലാവർക്കും നല്ല നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഭിക്ഷയെടുത്ത് ആളുകൾ വഴിതോറും ഇങ്ങനെ നടക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റുകളിലൊക്കെ ബോർഡുകൾ പിടിച്ച് ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ അതായത് കാനഡയുടെ എല്ലാ സ്ട്രീറ്റുകളിലും പതിവ് കാഴ്ചയാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും: ഐ ഹാവ് ചിൽഡ്രൻ, ഐ ആം ഹോംലെസ്, ഐ ഹാവ് നോ ഫുഡ്, ഐ ആം സോ ഹംഗ്രി. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പതിവ് വേർഡുകളിലാണ് ഇവരിങ്ങനെയുള്ള അതായത് ബോർഡുകൾ പിടിച്ചുകൊണ്ട് പല സ്ട്രീറ്റുകൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് കാണുന്ന ആളുകൾക്ക് ഒരു മനസ്സലിവ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് അടുത്ത അതായത് ഗ്രീൻ ലൈറ്റിന് വേണ്ടി നമ്മൾ സ്ട്രീറ്റിലൊക്കെ കാത്തു നിൽക്കുമ്പോൾ അവരിങ്ങനെ അതായത് ചെറിയൊരു പാത്രവുമായിട്ട് ഈ ഒരു കബോർഡും പിടിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളിൽ ഇങ്ങനെ അവരിങ്ങനെ കടന്നു പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണാം. പല ആൾക്കാരും അവർക്ക് പറ്റുന്ന പോലുള്ളതായിട്ടുള്ള $1, $2, $5 ഒക്കെ അതായത് അവർക്ക് ആ ഒരു പാത്രത്തിൽ ഇട്ട് സഹായിക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിൽക്കാലങ്ങളിൽ ഇത് ഭയങ്കരമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സത്യത്തിൽ ഇവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിട്ട് ആണോ അവരിങ്ങനെ തെണ്ടുന്നത്? കാര്യം ഗവൺമെന്റ് അവരെ സഹായിക്കത്തില്ലേ? അതോ ഇത് എന്തെങ്കിലും ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ചകളാണോ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ പുറകിൽ മറ്റുള്ള സംഘടനകളുണ്ടോ എന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം, ഇവിടെ പല ആളുകളും ഇങ്ങനെ അതായത് കഞ്ചാവ് അടിച്ച് അവർക്ക് നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ ചിലപ്പോൾ ഒരു ടിമോട്ടന്റെ ഒരു വലിയൊരു കപ്പ് പിടിച്ചുകൊണ്ട് കിട്ടുന്ന പൈസ, അപ്പം അത് നമുക്ക് ശരിക്കും സാമാന്യമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കും, അവർക്ക് നിൽക്കാൻ വയ്യ. അപ്പൊ ഏതെങ്കിലും കിട്ടിയാൽ അതുമായിട്ട് നേരെ ചിലപ്പം പോകുന്നത് അടുത്ത ഒരു കഞ്ചാവിനുള്ള പൈസ ആയിരിക്കും. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ കുറച്ച് ആളുകള് ഇപ്പോൾ നൗ എ ഡേയ്സ് എല്ലാ സിറ്റികളിലും വളരെയധികം വർദ്ധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൊറന്റോയിലുള്ള അതായത് ഒരു പ്രമുഖ മീഡിയ ചാനല് അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. അവര് ഇങ്ങനെയുള്ള ആളുകളെ അവർ ഫോളോ ചെയ്ത് അവർ കാണാതെ അവരറിയാതെ അവർ പോകുന്ന വഴികളിൽ ഒക്കെ അവരിങ്ങനെ സഞ്ചരിച്ചുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ആ ഒരു വാർത്ത ഞാൻ കാണാനിടയായി. അപ്പം നാളിതുവരെ ആയിട്ടുള്ള എൻ്റെ ആ ഒരു ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഓർത്തു അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്താൽ അത് കൊള്ളാം. കാരണം ഇതുപോലെ ഞങ്ങളെ പോലെ കാനഡയിൽ താമസിക്കുന്ന പല ആളുകളും ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു പക്ഷെ കാണുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരും ചിന്തിക്കുന്നുണ്ട്, അതായത് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രീറ്റിൽ വന്നിരുന്ന് തെണ്ടുന്നത്, അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. What seems to be a professional panhandling ring. These are people pretending to be homeless, but really they're not. And who knows, they're probably double dipping. They're probably getting all kinds of social supports. Here, let's just flash back
to Lincoln's work from several days ago. I observed them panhandling for 5.5 hours, and they eventually decided to call it quits for the day. I watched them walk to the back of a nearby plaza where a van was waiting for them. A young girl ran up to one of the women, and they walked hand in hand toward the vehicle, while the second woman followed behind. A man, the apparent getaway driver, was also waiting. They all got into the van and drove off. Well, this story just got even crazier. As I was wrapping up filming my stand-up, I decided I'm gonna fly the drone, get some shots of the area, shots of the intersection, and then I decided I was gonna fly the drone to where they got picked up yesterday. And I couldn't believe my eyes. The exact same van was dropping off the exact same people in the exact same spot. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു വലിയ ഒരു വാന്, ആ വാൻ വന്ന് നിൽക്കുന്നു. ആ വാനില് അതായത് ഒരമ്മ ഒരു കൊച്ചിനെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പല ആൾക്കാരെയും പല സ്ട്രീറ്റിൽ അവർ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നു. അവരുടെ ആ ഒരു കളക്ഷന് ശേഷം അവരെല്ലാവരും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, അതായത് ഒന്നിച്ചുകൂടി അവരെ ഈ ഒരു വാനിൽ കയറ്റിക്കൊണ്ട് അവരെ വീണ്ടും പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇനിയും അടുത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഒരു സ്ത്രീയെ അവര് ഒരു ബോർഡും പിടിച്ചോണ്ട്, അതായത് നോഫ്രിൽസിന്റെ വാതിക്കൽ, ഇവിടെയുള്ള ഒരു ഗ്രോസറി കടയാണ്, അതിന്റെ വാതിക്കൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരതിനകത്ത് എഴുതിയിരിക്കുന്നത്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അതായത് ഹോംലെസ് ആണ്, നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പം ഈ റിപ്പോർട്ടർ അവിടെ ചെല്ലുന്നു, അതായത് അവരുടെ ആ ഒരു ബാഗിന്റെ അകത്തേക്ക് അല്പം പൈസ ഇട്ട് കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുകയാണ്. ചോദിച്ചന്വേഷിക്കുമ്പോൾ തന്നെ അവർക്ക്, അതായത് കാര്യം പന്തികേടാണെന്ന് മനസ്സിലാകുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതിനുശേഷം അവര് വീണ്ടും അവിടുന്ന് മാറിപ്പോയി എന്താണ് ഇവരുടെ അടുത്ത മൂവ്മെന്റ് എന്ന് ഇവരിങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു നീല കാറ് വരുന്നു. നീല കാറെ വന്ന് ഈ സ്ത്രീയെ ആ കാറുകാരൻ കൊണ്ടുപോകുന്നു. ഏതാണ്ട്, അതായത് ടൊറന്റോയിലെ റിച്ച്മോണ്ട് ഹിൽ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇവരെ ആദ്യം കൊണ്ടിരുത്തിയത്. അവിടുന്ന് 25 കിലോമീറ്റർ താണ്ടി വീണ്ടും സ്കാബ്രോയില്, അതായത് ഒരു സിറ്റി വന്നു മറ്റൊരു ഗ്രോസറി ഷോപ്പിന്റെ വാതിക്കൽ അവരെ കൊണ്ട് വിടുകയാണ്. അപ്പം മുതലേ ചാനലുകാർ അവരുടെ കാറയില് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. വീണ്ടും അവിടെ വന്ന് ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളാണ്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Oh, hi there. Please help. Oh, you have 3 kids. Oh, geez. How, there you go. In here? Pardon me? What? Can I? A chicken? I don't know if I have enough for that. I can get you some bananas. Do you want some bananas? Or you got that there? Oh, okay. You got some groceries? So, oh, okay. Do you have a place to stay? Do you have a house, a home to go to, or down there? Like you're not on the street, are you? You're not homeless? You have a baby, but do you have a home? There's a please basement. Oh, basement. Okay, please help. I stay Sophia. Pardon me? Okay then. Well, that's all the cash I have. So okay then. So shall I meet you at the restaurant then? And Yeah. okay. All right then. Avery and I hung around the No Frills Plaza for about 2 hours. A blue Nissan Versa car driven by a male. And what happened next was that Avery and we followed the couple because we wanted to find out where they're going. I would bet my bottom dollar, folks, that person does not live in a shelter, does not live in a homeless encampment. And what springs to mind, many years ago, it was a famous piece called The Shaky Lady. It was a woman who pretended to be disabled but was really earning thousands and thousands of dollars and was living in a luxury condo, I believe, in East York. And we wanted to find out what the final destination of this woman would be. Well, I can tell you, we were kind of shocked that their journey from Richmond Hill
took them to the highway 404, then the Don Valley Parkway, all the way down to Toronto. And I think what happened then, as much as we were trying to be inconspicuous, he suspected correctly that something was up, and he started to make a series of U-turns. What happened next, folks, is they finally pulled over into Delicatessen, and I came up to them and I had an interaction, and suddenly that woman, she denied ever meeting me. She denied that she had a sign saying she was trying to earn money for 3 children. Check it out. I don't know, but guys, you were, I gave you some money at the Richmond Hill No Frills. Do you remember? Pardon? Yes, Mama. And then you got into this car and you've driven about 20 kilometers to the city of Toronto. No? No? You don't remember me giving you money? No? You have a sign that says you have 3 kids. Where are the kids? You don't have a sign that says 3 kids? Okay, well, I'll follow you. Is this where you set up operation at Food Basics? Huh? Huh? The problem is, I think you're scammers is what the problem. Why are you hiding your face? Why were you pretending to be homeless at Richmond Hill? Now you're down here at a Food Basics in Scarborough. Yeah. What's the problem? What is the problem? I think you're running a scam, aren't you? Where are you from? Yes. Oh, I know. You're preying on the generosity of people. Yeah, I know. Where do you live? Why are you begging 25 kilometers away in Richmond Hill? Where do you live? ¿Qué quieres tú? Huh? ¿Qué quieres? Vete de aquí. Vete. Vete, hombre, de aquí. I don't understand what you're saying, ma'am. In any event, I really believe they are scammers. I think this is all part of one big racket. We're going to keep doing shoe leather journalism to expose these fraudsters. Stay tuned. അപ്പം ഇതാണ് ഇന്നത്തെ കാനഡയുടെ ഒരു അവസ്ഥ. ഒരു 8-10 വർഷം മുമ്പേ നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ല. ഈ രാജ്യം എന്ന് പറയുന്നത് അത്ര പ്രോസ്പെറസ് രാജ്യമാണ്. നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇവിടെ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ, കാരണം നമ്മുടെ നാടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലേ. അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ സാഹചര്യമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് എന്ന് പറയണം, നമ്മുടെ നാട് പോലെ തന്നെ ഒരുപാട് ഭിക്ഷാടകരുടെ ഒരു വലിയ ഒരു റാക്കറ്റ് തന്നെ ഇതിന്റെ പുറയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ, അത് അവകാശപ്പെട്ട അല്ലെങ്കിൽ അത് അർഹിക്കപ്പെടുന്ന ആളുകൾക്കാണോ എന്ന് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് അത് പരിശോധിച്ചിട്ട് ആയിരിക്കുക നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം കൊടുക്കേണ്ടത്. നമ്മൾ അത് തീർച്ചയായിട്ടും ധർമ്മം ചെയ്യണം, തീർച്ചയായിട്ടും സഹായിക്കണം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. എന്നാൽ അതിൻ്റെ പുറയിലെ തട്ടിപ്പുകൾ മനസ്സിലാക്കി ആയിരിക്കണം നമ്മൾ അത് എവിടെയായാലും നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Sino Direxi Joy. Bye.